ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ സമയം ചിന്തയ്ക്കെടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. തുയഥൈര സഭയുടെ കുറ്റമാണ് ഇവിടെ വായിച്ചു കേട്ട വേദഭാഗത്തു നിന്ന് മനസ്സിലാകുന്നത്. ഇവിടെ ഇസബേൽ എന്ന ഒരു ദുഷ്ട സ്ത്രീയെ അനുവദിക്കുന്നു എന്നുള്ളതാണ് കുറ്റം. നമ്മൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-19 അധ്യായങ്ങൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ ഇപ്രകാരമൊരു സ്ത്രീയെ കാണുവാനായി സാധിക്കുന്നുണ്ട്. ഒരുപക്ഷേ ആഹാബ് രാജാവിൻ്റെ ഭാര്യയായിരുന്ന ഇസബേൽ, അവളുടെ പ്രതിരൂപമായിരിക്കാം ഒരുപക്ഷെ ആ ഇസബേൽ. അവൾ വിഗ്രഹാരാധനക്കാരിയായിരുന്നു. ബാൽ, അസ്തോരത്ത് തുടങ്ങിയ അന്യ ദൈവങ്ങളെ ആരാധിക്കുവാൻ ഇസ്രായേലിനെ വഴിതെറ്റിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അവൾ മരിച്ചു എങ്കിലും അവളിൽ പ്രവർത്തിച്ച ആത്മാവ് ഇപ്പോഴും പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ഈ സ്ത്രീയെപ്പോലെ സ്വഭാവമുള്ള സ്ത്രീ ഈ സഭയിൽ പ്രവർത്തിക്കുകയോ ചെയ്ത് എന്ന് നമുക്ക് ചിന്തിക്കാം. കാരണം ഇവിടെ വായിച്ചു കേട്ട വേദഭാഗത്തിലൂടെ ഇവളൊരു പ്രവാചകി എന്ന് സ്വയം അവൾ അവകാശപ്പെടുകയാണ് ചെയ്യുന്നത്. 2, ഇവൾ ദുർനടപ്പാചരിക്കുവാൻ ഉപദേശിക്കുന്നു. 3-മതായിട്ട് ഇവൾ വിഗ്രഹാർപ്പിതം തിന്നുവാൻ പ്രേരണ നൽകുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഇവൾ ഒരു പ്രവാചകി എന്ന് അവകാശപ്പെടുകയാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞ ഒരു കാര്യം, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമേയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു. അപ്പോൾ നോക്കിയ യേശു കർത്താവ് തന്നെ മുൻകൂട്ടി നമുക്ക് ആലോചന പറഞ്ഞു തരികയാണ്. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളണം, അവർ ആടുകളുടെ വേഷം കൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമേയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, 1-ാം നൂറ്റാണ്ടിൽ തന്നെ സഭയിൽ കള്ളപ്രവാചകന്മാരും കള്ളപ്രവാചകിമാരും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകാം. അതിപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. എന്ന് അനേകർ കള്ളപ്രവചനത്തിൻ്റെ പിന്നാലെ ഓടി നടന്ന് അവർ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അനേക ക്രിസ്തീയ വിശ്വാസികൾ പോലും ഹല്ലേലൂയ അതെ കള്ളപ്രവാചകന്മാരുടെ കള്ളപ്രവാചകിമാരുടെയും പിന്നാലെ അവർ ഓടി നടന്ന് അവർ ദൈവരാജ്യത്തിൽ നിന്ന് അവർ തെറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 7-ാമത്തെ അധ്യായം 22-23 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തു പറയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇവിടെ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. 2 വിധത്തിലുള്ള മനുഷ്യരെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അപ്പോൾ 2 വിധത്തിലുള്ള മനുഷ്യർ, 2 വിധത്തിൽ അവർ തങ്ങളെ തന്നെ അവർ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കൂട്ടർ
കർത്താവേ കർത്താവേ എന്ന് പറയുന്നു എങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടും എന്ന് അവർ ചിന്തിച്ചുകൊണ്ട് കർത്താവേ കർത്താവേ എന്ന് അവർ പറയുകയും എന്നിട്ട് എന്താ ചെയ്യുന്നത്? അവർക്കിഷ്ടമുള്ള ഏത് പാപപ്രവൃത്തിയും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കൂട്ടർ കർത്താവിൻ്റെ വചനങ്ങളെ അവർക്ക് അനുസരിക്കേണ്ട ആവശ്യമില്ല. കർത്താവേ കർത്താവേ എന്ന് വിളിച്ചാൽ മാത്രം മതി, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടും, ആമേൻ സ്തോത്രം, എനിക്ക് ഏത് പാപവും ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോൾ മറ്റൊരു കൂട്ടർ ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും വീര്യപ്രവൃത്തികൾ ചെയ്താൽ ഞാൻ രക്ഷിക്കപ്പെടുമെന്ന് അവർ ചിന്തിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ രണ്ടു കൂട്ടരാണ് മനുഷ്യരെന്ന് തങ്ങളെ തന്നെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന. കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമുള്ള പാപപ്രവൃത്തികൾ ചെയ്യാം, ആമേൻ, അവർ രക്ഷിക്കപ്പെടുമെന്ന് അവർ ചിന്തിക്കുന്നു. മറ്റൊരു കൂട്ടർ ആമേൻ സ്വതം കർത്താവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു, പ്രവചിക്കുന്നു, വീര്യപ്രവൃത്തികൾ ചെയ്താൽ മാത്രം മതി, അവർ രക്ഷിക്കപ്പെടുമെന്ന് അവർ ചിന്തിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ രണ്ടുപേരുടെ ചിന്താഗതി യേശുക്രിസ്തുവിനെ അനുസരിക്കാതെ ജീവിച്ചാൽ മതി എന്നവർ ചിന്തിക്കുന്നു. എങ്കിൽ എന്നെ കേൾക്കുന്ന ആ പ്രിയ ദൈവമക്കളെ, ഇങ്ങനെ യേശുക്രിസ്തുവിനെ അനുസരിക്കാതെ ജീവിക്കുന്നവർ നരകത്തിലേക്ക് തന്നെ പോകുമെന്ന് കർത്താവ് അവിടെ 23-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ യേശു അവനോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ. അധർമ്മം പ്രവർത്തിക്കുന്നത് എന്നെ വിട്ട്, അധർമ്മമാണ് അവിടെ പറഞ്ഞത്, അധർമ്മം പ്രവർത്തിക്കുക എന്നെ വിട്ട് പോകുവിൻ. ഇത് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിക്കുവിൻ. അതിവിടെ ആരാ പറഞ്ഞത്? അതും നമ്മുടെ കർത്താവ് തന്നെ താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരോട് പറയുകയാണ്. ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, മറിച്ച് നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ നിങ്ങൾ സന്തോഷിക്കുവിൻ. ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നല്ല പ്രവൃത്തി എന്താണ്? നല്ല പ്രവൃത്തി ഒന്നേ ഉള്ളൂ, യേശുക്രിസ്തുവിനെ നാം അനുസരിക്കുന്നതാണ് നല്ല പ്രവൃത്തി എന്ന് പറയുന്നത്. അതാണ് 1 യോഹന്നാൻ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിലില്ല. ശ്രദ്ധിച്ചു കേട്ടേ ആ വചനം. അവനെ, യേശുവിനെ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും യേശുവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു, സത്യം അവനിൽ ഇല്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ആകയാൽ പ്രിയമുള്ളവരെ, ഈ സമയം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, വളരെ വളരെ സത്യസന്ധതയോടെ ജീവിച്ചു വരുന്നവർ ഈ കാലഘട്ടത്തിൽ കള്ളപ്രവാചകന്മാരുടെയും കള്ളപ്രവാചകിമാരുടെയും വശീകരണത്തിൽ വീണുപോയിട്ടുണ്ട്. ഇപ്പോഴും അനേകർ വീണുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ ആമേൻ നീതിയുടെ വസ്ത്രം കറപിടിച്ചു പോകുന്നു, മലിനപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ആകയാൽ ഈ വചനത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ ആരുടെയും നീതിയുടെ വസ്ത്രം മലിനമായി പോകാതെ അവൻ ഇപ്രകാരമുള്ള കള്ളപ്രവാചകന്മാരിൽ നിന്നും കള്ളപ്രവാചകിമാരിൽ നിന്നും അത്ഭുതങ്ങളും അടയാളങ്ങൾ പ്രവചനങ്ങൾ പറയുന്നവരിൽ നിന്നും നിങ്ങൾ അകന്ന് ജീവിക്കണമെന്ന് ഈ സമയം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കൂ, നമ്മുടെ ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കൂ, വചനത്തിൽ അടിയുറച്ച് നിങ്ങൾ നിൽക്കൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യാദികൾ സത്യമെന്ന് നാം അംഗീകരിക്കുന്നതാണ് വിശ്വാസമെന്ന് പറയുന്നത്. വിശ്വാസം എന്താണ്? വിശ്വാസം എന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഒരു പ്രവാചകൻ്റെയോ പ്രവാചകിമാരുടെയോ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്നവരുടെ വീര്യപ്രവൃത്തികൾ നടക്കുന്നവരുടെ പിന്നാലെ ഓടുന്നതല്ല വിശ്വാസമെന്ന് പറയുന്നത്. വിശ്വാസമെന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യാദികൾ, അതാ പറഞ്ഞ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യാദികൾ സത്യമെന്ന് അംഗീകരിക്കുന്നതാണ് വിശ്വാസമെന്ന് പറയുന്നത്. ആകയാൽ
നാം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങളിൽ ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. മരണാനന്തര ശേഷം നമുക്ക് നിത്യജീവനിലേക്ക് പ്രവേശിപ്പാനിടയായിത്തീരുമെന്ന് ഈ സമയം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനായിട്ട് ദൈവം നിങ്ങളെ ഓരോരുത്തരെ ഒരുക്കട്ടെ, സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ഞങ്ങളുടെ ദൈവമേ, ആമേൻ. ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കള്ളപ്രവാചകന്മാരുടെയും പ്രവാചകിമാരുടെയും അവിടെ എവിടെയാ നിൽക്കുന്ന അത്ഭുതങ്ങളുടെയും ആമേൻ വീര്യപ്രവൃത്തികൾ പിന്നാലെ ആരും തന്നെ പോകുവാൻ ഇടവരാതെ വണ്ണം സ്വർഗസ്ഥനായ പിതാവായ ദൈവത്തിൽ, കർത്താവായ യേശു ക്രിസ്തുവിൽ, പരിശുദ്ധാത്മാവിൽ, ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ എവരെയും കർത്താവ് ഒരുക്കും, സഹായിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.